போஸ் கொடுத்தியா அவனு ஒரே ஒரு போஸ் ஒழுங்கா கொடுத்தியா என் பொண்ணாடியை கிழிச்சு போட்டு வந்துட்டேன். என் குடும்பமே நாசமா போச்சு. அவனை வெளில வர சொல்றீ. வெளில வர சொல்லு. இது என்ன ட்ரெஸ்? யாரு உள்ள இருக்கவன்? உள்ள இருக்கிறது யாரு? ഉള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ തുടക്കമുള്ള ഒരു വീഡിയോ കണ്ടല്ലോ, ഭാര്യയും ഭർത്താവുമാണ്. ഇവർക്കൊരു 3-4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ കേട്ടുവരുന്നതും കണ്ടുവരുന്നതും എന്താണ്? അവിഹിതം. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. വളരെ എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഭാര്യയെ ഒരുപാട് കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ട്. അവർ സന്തോഷമായിട്ട് ആ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കൊരു സാമദ്രോഹി വരികയാണ്. നമുക്കറിയാമല്ലോ, എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്ന ഓരോ സാമദ്രോഹികൾ. അതുപോലെ ഈ ഒരു കുടുംബത്തിലേക്കും ഒരുത്തൻ കടന്നു വരുന്നു. ഭാര്യ ആ ഒരുത്തനുമായിട്ട് അവിഹിതത്തിൽ ആകുകയും ഭർത്താവ് ഇതിനെക്കുറിച്ച് പലതവണ അറിഞ്ഞിട്ടും ഭാര്യയെ പിന്തിരിപ്പിക്കാൻ നോക്കുകയും ഒരുപാട് പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഭാര്യ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവസാനം ഒരു ദിവസം ഈ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് ഈ കാമുകൻ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, സ്വന്തം റൂമിൽ നിന്ന് തന്നെ പിടികൂടിയ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കൈയോടെ ആ ഭർത്താവ് പിടികൂടുകയും അതിനുശേഷം ഒരു ദയവും ഇല്ലാതെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് സ്വന്തം ഭാര്യയെ. അവർക്കൊരു കുഞ്ഞുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ ആ വഴിവിട്ട ബന്ധത്തിന് പോയ അവളെ എന്താണ് പറയേണ്ടത്? അവസാനം ആ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഭാര്യയെ അവനായിട്ട് ഇല്ലാതാക്കുന്നു. അതിനുശേഷം അവർക്കൊരു കുഞ്ഞൂടെ ഉണ്ട്, ഒരു നല്ലൊരു മോനുണ്ട്. 3-4 വയസ്സേ ഉള്ളൂ. ആ ഒരു കുഞ്ഞുമായിട്ട് ആ ഒരു ആള് വന്നിരുന്നിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയണം. അതായത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു, അതിനിടയിലേക്ക് ഒരുത്തൻ വരുന്നു, അവര് കൈയോടെ അത് പിടികൂടി അവസാനം ഭാര്യയെ കൊന്നിട്ട് ഇപ്പോൾ ആ ഒരു കുഞ്ഞുമായിട്ടിരുന്നിട്ട് മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു, അതായത് ആ അച്ഛനും മോനും എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും ആർക്കും തന്നെ ഇല്ല. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കുഞ്ഞിനെ എന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ ഭായമാർക്ക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അവിടെയുള്ള ആ ഒരു പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ പോലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഒരു അച്ഛനെയും മകനെയും കണ്ടുപിടിക്കട്ടെ. കാരണം ആ കുഞ്ഞിനെ ഓർക്കുമ്പോഴാണ്, കാരണം എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണെന്നുള്ളത് നമുക്കറിയാം. 1.5 വയസ്സുകാരൻ്റെ ആ ഒരു മരണവും എല്ലാം. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല. ഓരോ സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്, സ്ത്രീകൾ തന്നെയാണ്. അതും കല്യാണം കഴിഞ്ഞു മക്കളുള്ള സ്ത്രീകളാണ് ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിക്ക് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മുടെ കേരളത്തിലും ഇതേ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും 4 മക്കളാണുള്ളത്. ഇതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരാളുമായിട്ട് സ്നേഹം, അവസാനം അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പോകുന്നു. ഒരാഴ്ചയോളം അവൻ്റെ കൂടെ പോയി താമസിക്കുന്നു. ഇത് സഹിக்க വയ്യാതെ ഭർത്താവ് എലിവേഷമൊക്കെ കഴിച്ച് മരിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അയാൾ മരിച്ചൊന്നുമില്ല. 4 മക്കളുണ്ട്. മൂത്ത മക്കൾ ഒരാൾക്ക് 19 വയസ്സ്, ഒരാൾക്ക് 18 വയസ്സ്. ഇളയ കുട്ടികൾക്ക് 9ഉം 10ഉം വയസ്സുള്ള 4 മക്കളുണ്ട്. എന്നിട്ട് അവസാനം പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് ഈ ഭാര്യയെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ വിടുന്നു. പിറ്റേ ദിവസം ഭർത്താവ് കൊലപ്പെടുത്തി. അതിനുശേഷം അയാൾ അങ്ങ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് കടന്നു കളഞ്ഞു. ഇന്ന് കേൾക്കുന്നു തമിഴ്നാട്ടിൽ ഏതോ ഒരു റെയിൽവേ പാളത്തിൽ പുള്ളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളായിക്കോട്ടെ, നമുക്ക് എന്നും ഇതുപോലുള്ള വളരെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഓരോരോ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും ഈ തമിഴ്നാട്ടിലെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്കാണെങ്കിൽ പോലും സഹിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്ക് എന്തായി, അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ഒന്നും തന്നെ അറിയില്ല. എന്തായാലും ഒന്നും അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരോ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. അല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റണം. കാരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ, അതായത് കുടുംബത്തിൽ നടക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല രീതിയിലുള്ള ദുരന്തങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണ്. എന്തായാലും ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ആ ഒരു കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ കൈകളിൽ ആ കുഞ്ഞെത്തട്ടെ. കാരണം ആ ഒരു മനുഷ്യൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഒരുത്തൻ്റെ കൂടെ കയ്യോടെ പിടികൂടുന്നു, അവസാനം ആ ഭാര്യയെ ഇല്ലാതാക്കുന്നു. പിന്നെ അവർക്ക് അയാൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം. കാരണം ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഈ ഒരു രീതിക്ക് പോയി, ഭാര്യയെ ഇല്ലാതാക്കി. പിന്നെ ആ അച്ഛനും മോനും എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അയാൾ കരഞ്ഞുകൊണ്ടാണ് അയാൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടത്. ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിലൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ. എല്ലാ ആൾക്കാരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താനായിട്ട് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത് പറയാനുള്ളത്, ഇതുപോലുള്ള ദുരന്തങ്ങളിലൊക്കെ പോയി പെടാതിരിക്കുക. എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന പല സ്ത്രീകളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്? കൂടുതലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് പ്രായം ഉള്ള അല്ലെങ്കിൽ മക്കളൊക്കെ വലിയ മക്കളായിരിക്കും, അങ്ങനെയുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഓരോ കുടുംബവും சமாதானத்துல முன்னோட்டு போகுது. இந்த வீடியோ இன்ஸ்டாகிராம்ல ரொம்ப வைரலா ஸ்ப்ரெட் ஆயிட்டு இருக்கு. இது பொண்ணா இருந்தாலும் சரி பையனா இருந்தாலும் சரி, தான் கல்யாணம் பண்ற பொண்ணுக்கோ பையனுக்கோ உண்மையா இருக்க முடியல அப்படின்னா கல்யாணம் பண்ணாதீங்க. நீங்க கல்யாணம் பண்ணலங்கிறதுக்காக யாரும் அழ போறது கிடையாது. கல்யாணம் பண்ணி ஒரு குழந்தைய பத்தி அந்த குழந்தையோட ஃபியூச்சரை பத்தி யோசிக்கல, உன்னோடைய சுகத்தை பத்தி நீ யோசிச்சிருக்க. நீங்க கல்யாணம் பண்ணவங்களுடைய வாழ்க்கை இப்ப வேஸ்டா போயிடும். இன்னொன்னு, கல்யாணம் பண்ண பொண்ணோடையும் பையனோடையும் எதுக்காக ரிலேஷன்ஷிப் வைக்கிறீங்க? அவங்கதான் உங்களுக்கு கேக்குறாங்களா? நல்லா வாழ்ந்துட்டு இருக்க ஒரு குடும்பத்து கூட போய் அந்த குடும்பத்தையே சதைச்சு நடு தெருல கொண்டு வந்து நிறுத்திட்டு உங்க குடும்பம் எப்படி நல்லா வாழும்?